നമസ്കാരം. കുടിയേറ്റത്തിന്റെ ഒട്ടേറെ വിജയഗാഥകൾക്കിടയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു വിജയഗാഥ തന്നെയാണ് അമേരിക്കയിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യുഎസിലെ വംശീയ സമൂഹങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ഗാർഹിക വരുമാനമുള്ള ഫോർച്യൂൺ 500, അതായത് ഫോർച്യൂൺ മാസിക തയ്യാറാക്കുന്ന ഏറ്റവും അധികം വരുമാനമുള്ള 500 കമ്പനികളുടെ പട്ടിക, കമ്പനികളെ നയിക്കുന്ന സിഇഒമാരുടെ വലിയൊരു വൃന്ദം തന്നെയുള്ള 6 കോൺഗ്രസ് അംഗങ്ങളും 2 മുൻ ഗവർണർമാരും FBI പൊതുജനാരോഗ്യ ഏജൻസിയായ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്നിവയുൾപ്പെടെ ഒട്ടേറെ ഫെഡറൽ ഏജൻസികളുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുള്ള ഇന്ത്യൻ സമൂഹം തന്നെയാണ് ഒരുപക്ഷെ അമേരിക്കയിലെ കുടിയേറ്റക്കാരിൽ ഏറ്റവും ഔന്നിത്യത്തോടുകൂടി ജീവിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിന് നേരെയും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയും നിരന്തരം അധിക്ഷേപങ്ങൾ ആണ് അവിടുത്തെ ഭരണാധികാരി ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. എന്തായാലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ 50% ഇറക്കുമതി ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ടും H-1B വിസ അപേക്ഷയ്ക്ക് $1 ലക്ഷം വില ചുമത്തിക്കൊണ്ടും ഇറാനിയൻ തുറമുഖമായ ചബഹാറിൽ ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം വിലക്കിക്കൊണ്ടും വിദ്യാർത്ഥികൾക്ക് വിസ നിയന്ത്രിച്ചുകൊണ്ടുമൊക്കെ കുടിയേറ്റ മാർഗങ്ങൾ കൂടുതൽ കർശനമാക്കിക്കൊണ്ട് ഒക്കെ തന്നെയും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടത്തെ ആക്രമിച്ച സമയത്ത് പേരുകേട്ട ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൻ്റെ പ്രതികരണം നിശബ്ദതയായിരുന്നു എന്നൊരു വിമർശനം ഇപ്പോൾ ശശി തരൂർ MP ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ട്രംപിൻ്റെ ഈ നടപടികൾക്കെതിരെ ഉണ്ടായില്ല എന്നുകൂടി വിമർശിക്കാൻ ശശി തരൂർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്തായാലും അമ്പരപ്പിക്കുന്ന നിശബ്ദതയാണ് അമേരിക്കയിലെ ഇന്ത്യൻ ജനസമൂഹത്തിനിടയിൽ നിന്നും ട്രംപിൻ്റെ നടപടികൾക്ക് പിന്നാലെ ഉണ്ടായത്. ഇവർ എന്തുകൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനൊപ്പം നിന്ന് അതിനെതിരെ ട്രംപിൻ്റെ നടപടികൾക്കും നിലപാടുകൾക്കും എതിരെ പ്രതികരിച്ചില്ല എന്നുകൂടി ശശി തരൂർ ചോദിക്കുന്നുണ്ട്. എന്തായാലും US കോൺഗ്രസ് പ്രതിനിധി സംഘത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തിയ ഒരംഗം സഭയിലെ എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി ഇന്ത്യൻ MPമാരെ അറിയിച്ചത് ഇന്ത്യക്കെതിരെയുള്ള US ഭരണകൂട ആക്രമണത്തിനെതിരെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു ഫോൺ വിളി പോലും ഇതുവരെ അവരുടെ ഓഫീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് എന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം വ്യക്തമാക്കണം എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നു. ഇത് വലിയ തോതിൽ ഒരു ചർച്ച അമേരിക്കൻ പ്രവാസി സമൂഹത്തിനിടയിൽ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ പരിചയസമ്പന്നതയുള്ള ശശി തരൂരിൻ്റെ ഈ ഒരു ആരോപണം വലിയ തോതിൽ നരേന്ദ്രമോദി സർക്കാരിന് കൂടി വലിയ ഒരു ആശ്വാസം പകരുന്നതാണ്. കാരണം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം. ഏത് നിമിഷവും BJPയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് ആ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു നേതാവാണ്. അങ്ങനെയിരിക്കെ തരൂരിൻ്റെ മറ്റൊരു മോദി അനുകൂല പ്രസ്താവനയായി തന്നെ ഇതിനെ നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തോട് തരൂർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഏത് തരത്തിൽ ഉത്തരം നൽകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.